UAE കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും എടുക്കുന്ന സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് പെർമിറ്റ്, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ പ്രൊമോഷൻസ് ചെയ്യുന്നെങ്കിലോ ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലോ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് വേണം, പെർമിറ്റ് വേണം എന്നുള്ള മാൻഡറ്ററി റൂൾ വന്നിട്ട് കുറച്ചായി. ഇനിയും എടുക്കാൻ പറ്റാത്ത ആളുകളും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ആളുകളുണ്ട്. അവർക്ക് ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. വളരെ സിമ്പിൾ ആണ്. റെസിഡൻസ് ആയിട്ടുള്ള ഒരാൾക്ക് വാലിഡ് എമിറേറ്റ്സ് ഐഡി ഉണ്ടാവും, അവർക്ക് ഒരു പോലീസ് ക്ലിയറൻസും ഒരു ട്രേഡ് ലൈസൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ UAE മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസ് ആണ് ഈ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് പെർമിറ്റ്. ഇത് തികച്ചും 3 വർഷത്തേക്ക് ഫ്രീ ആയിട്ടാണ് UAE ഗവൺമെന്റ് കൊടുക്കുന്നത്. പക്ഷേ എവിടെയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് ലൈസൻസ് ഇതിന് മാൻഡറ്ററി ആണ് എന്നുള്ളതാണ്. ഒരു ട്രേഡ് ലൈസൻസ് എടുക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് കാര്യത്തിനോ സോഷ്യൽ മീഡിയ കാര്യത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ DED കഫേയിൽ പോവാം. ഈ DED കഫേയിലെ ലൊക്കേഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ തരാം. DED കഫേയിൽ പോയിട്ട് നിങ്ങളുടെ ആവശ്യം പറയാൻ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ട്രേഡ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. 1 മണിക്കൂർ കൊണ്ടാണ് എനിക്ക് എൻ്റെ ട്രേഡ് ലൈസൻസ് കിട്ടിയത്. അതിൽ ഞാൻ പോസ്റ്റേഴ്സ് ക്രിയേഷൻസും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും ഒക്കെ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ ആ ലൈസൻസും കൊണ്ട് വന്ന് പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യുക. പോലീസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞതും നമുക്ക് MOI UAEയുടെ MOI ആപ്ലിക്കേഷനിൽ താഴെ പോയി കഴിഞ്ഞാൽ ക്രിമിനൽ അല്ലെങ്കിൽ കേസ് എൻക്വയറി ആ സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന്. അതിന് 50 ദിർഹംസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടും. ഈ DED കഫേയിൽ നിങ്ങൾക്ക് വരുന്ന പേയ്മെന്റ് ലൈസൻസിന് ഒരു 1100 സംതിങ്ങും അവരുടെ സർവീസ് ചാർജ് ആയിട്ട് ഒരു 376, അങ്ങനെ ഒരു 1500 നിങ്ങൾ അവിടെ കരുതിയാൽ മതി. അതുപോലെ 50 ദിർഹംസ് ഈ പോലീസ് ക്ലിയറൻസിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസ് അവിടെ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ കയറാം. മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ ഏതാണെന്ന് അറിയാത്തവർക്കും വെബ്സൈറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തോ, ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് ഇട്ടുതരാം. അതിൽ കയറി അപ്ലൈ ഫോർ അഡ്വർടൈസിംഗ് പെർമിറ്റിനുള്ള ഓപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യാം നിങ്ങളുടെ പേര്, നിങ്ങളുടെ എമിറേറ്റ്സ് ID നമ്പർ, അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രേഡ് ലൈസൻസ് നമ്പർ, ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആണ്, അത് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചില സമയത്ത് ലാഗ് വരാറുണ്ട്. ചിലപ്പോൾ 20 ഡേയ്സ് 30 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അപ്രൂവൽ വരിക. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്യാം, ടിക്ടോക്ക് ആഡ് ചെയ്യാം, യൂട്യൂബ് ആഡ് ചെയ്യാം. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെയും ലിങ്ക് അതിൽ തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഇവർ ഇതിന്റെ അപ്രൂവൽ തരിക. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിന്റെ കൊളാബറേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് നോക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഒരു വീഡിയോ മാൻഡറ്ററി ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. ആ വീഡിയോയിൽ ഇംഗ്ലീഷിലും അറബിക്കിലും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ്, ഇതിൽ എന്തൊക്കെ പ്രൈവസികൾ നമ്മൾ മാനിക്കണം, നിങ്ങൾക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ പെർമിറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും ബ്രാൻഡ് കൊളാബറേഷനുകളും ഒരുപാട് പിന്നെ പ്രൊമോഷൻസും ചെയ്യാവുന്നതും പൈസ ഉണ്ടാക്കുന്നതുമാണ്. പിന്നെ ട്രേഡ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾ 3.7 അതായത് 3,75,000 രൂപയൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സിന്റെ കണക്ക്. അതിലും വലിയൊരു വ്ളോഗറാണ് നിങ്ങൾ, അത്രയും രൂപ നിങ്ങൾ ഇൻവോയ്സ് ചെയ്തിട്ട് വ്ളോഗിലൂടെ സമ്പാദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് രജിസ്ട്രേഷനും കോർപ്പറേറ്റ് ടാക്സും VAT ഒക്കെ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് പെർമിറ്റിന് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. നിങ്ങൾ 5,000, 10,000, 8,000 ഒന്നും ചിലവാക്കേണ്ടതില്ല. നിങ്ങളെ വിസ അതിലേക്ക് മാറ്റേണ്ടതില്ല. ഏതൊരു റെസിഡന്റിനും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്വർടൈസിംഗ് പെർമിറ്റ് എടുക്കാവുന്നതാണ്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെർമിറ്റിന് നിങ്ങൾ റിന്യൂ ചെയ്യുമ്പോൾ പേയ്മെന്റ് അടക്കണം. അതുപോലെ എല്ലാ വർഷവും ട്രേഡ് ലൈസൻസ് പുതുക്കണം. ട്രേഡ് ലൈസൻസ് പുതുക്കാനുള്ള ചാർജസ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വർഷാവർഷം നമ്മൾ പുതുക്കിക്കൊണ്ടാവണം. ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് പെർമിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂളിന്റെ കാര്യം. ഇതിന് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോസസ്സുകളിലോ സ്റ്റെപ്പുകളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഫേയിൽ പോകാനുള്ള ലൊക്കേഷൻ ഇല്ലാത്തതിനോ നാഷണൽ മീഡിയ കൗൺസിലിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് കമന്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിന് എനിക്ക് ഒഴിവുള്ള പോലെ തന്നെ നിങ്ങൾ റിപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം എങ്ങനെ നോക്കിയാലും 2,000 ദിർഹംസിന് താഴെ മാത്രമേ അതിന്റെ ചാർജസ് വരുന്നുള്ളൂ. 2,000 വരുന്നില്ല, 1,600 ഉള്ളിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.